ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ നെറ്റ്വർക്കുകളിലൊക്കെ സൈറ്റുകളിലൊക്കെ ചില പോസ്റ്റുകൾ കാണാനിടയായിട്ടുണ്ട്. SMS-കളിലും മറ്റും പലർക്കും നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ. റജബ് മാസം ആദ്യം മറ്റൊരാളെ അറിയിക്കുന്നവന് നരകം ഹറാമാണ് എന്നൊക്കെ പറഞ്ഞ ഓരോ ഹദീസുകളൊക്കെ ഇങ്ങനെ കാണാം. നിങ്ങൾ കണ്ടില്ല ഇങ്ങനെ? ഞാൻ കുറച്ച് ദിവസമായി ഇതൊക്കെ ഇങ്ങനെ കാണുന്നത്. അപ്പൊ പലപ്പോഴും പറയാൻ തോന്നിയൊരു കാര്യമാണ്, പറയാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. അതായത് ഈ ഫേസ്ബുക്കിൽ കാണുന്ന എല്ലാ വിവരങ്ങളും ഷെയർ ചെയ്യാൻ നിൽക്കരുത്. മനസ്സിലായോ? എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനപരമായ വിഷയം പറഞ്ഞത്. കൊടശ്ശേരിക്ക് ടെക്സ്റ്റ് ഡോട്ട് മാത്രമേ ഉള്ളൂ, മൈക്കിലേക്ക് വരുന്നതിന് ഒരു തടസ്സമില്ല കേട്ടോ. ഫേസ്ബുക്കിൽ കാണുന്ന അത്തരം വിഷയങ്ങൾ അറിവില്ലാതെ ഷെയർ ചെയ്യാൻ ആരും നിൽക്കരുത്. റജബ് മാസം മറ്റൊരാളെ ആദ്യം അറിയിക്കുന്നവന് നരകം ഹറാമാണ് എന്നൊക്കെ പറഞ്ഞ ഹദീസ് കാണുകയും അതങ്ങനെ ഷെയർ ചെയ്ത് പല ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കുക. റജബ് മാസത്തിലെ നോമ്പിനെ പറ്റി ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ആ ഹദീസിന്റെ കാര്യം എന്താക്കുക, എന്താണ് അതിന്റെ സ്ഥിതിഗതികൾ എന്നൊന്നും അന്വേഷിക്കാതെ കണ്ട് അത് നമ്മൾ ഷെയർ ചെയ്ത് മറ്റുള്ളവരെ ആ വിവരങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുക. ഇത് വലിയ അപകടം ചെയ്യും. റജബിലെ ഇത്ര ദിവസം നോമ്പ് പറ്റാൽ ഇന്നത് കിട്ടും, ഇത്ര ദിവസം നോമ്പ് പറ്റാൽ ഇന്നത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല ദിവസങ്ങളിലെ നോമ്പിനെ പറ്റിയും വന്ന ഹദീസുകളൊക്കെ പല ആളുകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇമാം നബവി റളിയല്ലാഹു അൻഹു തങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്, റജബിന്റെ പ്രത്യേകതകളിൽ റിപ്പോർട്ട് ചെയ്തു വന്ന ഹദീസുകളിൽ അന്നത്തെ നോമ്പിനെ സംബന്ധിച്ച് വന്ന ഹദീസുകളിൽ ഒന്നും സഹീഹല്ല എന്നാണ്. മനസ്സിലായോ? റജബ് മാസത്തിലെ നോമ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേക നോമ്പിനെ പരാമർശിച്ചു കൊണ്ടുവന്ന ഹദീസുകളിൽ ഒന്നും സഹീഹായി വന്നതല്ല. അതുകൊണ്ട് സാധാരണ ദിവസങ്ങളിൽ നോമ്പ് സുന്നത്തായതുപോലെ റജബിലും സുന്നത്തുണ്ട് എന്നല്ലാതെ നോമ്പുമായി ബന്ധപ്പെട്ട് അതിന് പ്രത്യേകതകൾ ഇല്ല എന്നാണ് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ റജബിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അതേ സ്ഥാനത്ത് റജബ് മാസത്തിന് പ്രത്യേകത ഉണ്ടോ ചോദിച്ചാൽ പ്രത്യേകത ഉണ്ട്. അതെന്താ? മിൻഹ അർബഅത്തുൻ ഹുറും, 4 പവിത്രമായ മാസങ്ങളുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞ 4 മാസങ്ങളിൽ ഒന്നാമത്തേത് റജബാണ്. ആ റജബിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, റജബ് മുളറ അല്ലദീ ബൈന ജുമാദ വ ശഅബാൻ, ഷഅബാനിന്റെയും ജുമാദൽ ഉഖ്റയുടെയും ഇടയിലുള്ള ആ റജബ് മാസമാണ് യുദ്ധം ഹറാമായ മാസങ്ങളിൽ നിന്ന് 4 മാസങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്ന മാസം. മനസ്സിലായില്ലേ? അപ്പോ അത് റജബിന്റെ ഒരു പ്രത്യേകതയാണ്. അതേ സ്ഥാനത്ത് നിസ്കാരം നിർബന്ധമായത് റജബ് മാസത്തിലാണ്, അത് അതിന്റെ പ്രത്യേകതയാണ്. ഇസ്രാ മിഅ്റാജ് സംഭവം നടന്നത് റജബ് മാസത്തിലാണ്, അത് അതിന്റെ പ്രത്യേകതകളാണ്. ഇത്തരം പ്രത്യേകതകൾ റജബ് മാസത്തിനുണ്ട് എന്ന് അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ റജബിന്റെ മഹത്വങ്ങളെ പരാമർശിച്ചു വന്നിട്ടുള്ള ധാരാളം ഹദീസുകൾ കാണാം. ആ ഹദീസുകളിൽ പലതിനെക്കുറിച്ചും മഹാന്മാര് പറഞ്ഞത് അതിലധികവും ലഈഫോ മൗദൂഓ ആയ ഹദീസുകളാണ് എന്നാണ്. അപ്പൊ അത്തരം ഹദീസുകളൊക്കെ കണ്ടിട്ട് അതിങ്ങനെ പേസ്റ്റ് ചെയ്ത് അത് അടിച്ചുവിട്ട് നമ്മളെന്താക്കുക, എല്ലാ ആളുകൾക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കണേ ഒരു ദുരവസ്ഥ ഫേസ്ബുക്കിലൊക്കെ ധാരാളമായി കാണുന്നുണ്ട്. അതുകൊണ്ട് സത്യാവസ്ഥ അന്വേഷിക്കാതെ, സത്യാവസ്ഥ അറിയാതെ ആരും അത്തരം കാര്യങ്ങൾക്ക് ഒരുങ്ങരുത് എന്ന് വളരെ വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്. റജബ് മാസവുമായി ബന്ധപ്പെട്ട് പല ഹദീസുകളും അങ്ങനെ പല സ്ഥലത്തും കാണാം. അതൊന്നും നമ്മൾ എന്താക്കണ്ട, അതിന്റെ സത്യാവസ്ഥ അറിയാതെ അങ്ങനെ ഷെയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണ്ട. മിഅ്റാജിന്റെ നോമ്പൊക്കെ ഉണ്ട് കേട്ടോ. മിഅ്റാജ് നോമ്പ് സുന്നത്ത് തന്നെയാണ്, അത് പ്രത്യേകം പറയേണ്ടതില്ല. അതിനെപ്പറ്റിയല്ല പറഞ്ഞത്. റജബിന്റെ 10 ദിവസം നോമ്പ് പറ്റാൽ ഇങ്ങനെ, 15 ദിവസം നോമ്പ് പറ്റാൽ ഇങ്ങനെ, 20 ദിവസം നോമ്പ് പറ്റാൽ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ ചില ഹദീസുകൾ പലയിടത്തും കാണാം. അത്തരം കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മിഅ്റാജിന്റെ നോമ്പ് എന്തായാലും സുന്നത്തായ നോമ്പിൽപ്പെട്ടത് തന്നെയാണ്. കാരണം അത് റജബ് 27-നാണ്. റജബ് 27 ആയതുകൊണ്ട് അന്ന് എന്തായാലും നോമ്പ് സുന്നത്ത് തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. അതേ സ്ഥാനത്ത് അല്ലാത്ത ധാരാളം ഹദീസുകളും പല റിപ്പോർട്ടുകളും അതിൽ കാണുന്നുണ്ട്. അതിൽ
കുറച്ചൊക്കെ സഹീഹായി വന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ എന്ന് ദുആ ചെയ്തിരുന്നു എന്ന് പറഞ്ഞ ഹദീസ് അത് കുറച്ചൊക്കെ അസലുള്ള ഒരു ഹദീസാണ്. മാത്രമല്ല ആ ഹദീസിന് അസലുണ്ട് എന്നതിന്റെ പുറമെ അത് നമുക്ക് പിന്നെ ദുആ ചെയ്യാൻ പറ്റിയൊരു ദുആയുമാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ തന്നെ 5 രാവുകളിലെ ദുആക്ക് പ്രത്യേകം ഇജാബത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമതായി പറഞ്ഞത് റജബ് ആദ്യത്തെ രാത്രിയിലെ ദുആയാണ്. അപ്പൊ റജബുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ വൈകുന്നേരം ഇന്ത്യൻ സമയം 6 മണിക്ക് ബഹുമാനപ്പെട്ട KKM സൈദി ഉസ്താദിന്റെ ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് റജബിന്റെ മഹത്വം ഞാൻ പറയുകയല്ല, അത് ഇൻഷാ അല്ലാഹ് ഉസ്താദ് വിശദീകരിക്കും. അതേ സ്ഥാനത്ത് റജബ് എന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടല്ല, ഏത് വിഷയത്തിലും നമ്മൾ സാധാരണ കേൾക്കാത്ത ഒരു പുതിയ വിവരം ഹദീസിന്റെയോ അല്ലെങ്കിൽ ഖുർആനിന്റെയോ ഒക്കെ പേരിൽ കേട്ടാൽ അത് വിവരമുള്ളവരോട് അന്വേഷിച്ചതിന്റെ ശേഷമല്ലാതെ അത് മറ്റുള്ളവരിലേക്ക് പകരുകയോ അത് ഷെയർ ചെയ്യുകയോ ചെയ്യരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിൽ വലിയ അപകടങ്ങളുണ്ടാവും. അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പൊ മൈക്ക് എടുത്തത്.